ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ പ്രസൻറ്റ് ടെൻസസിൽ വരുന്ന 4 കണ്ടു. ഈ വീഡിയോയിൽ പാസ്റ്റ് ടെൻസസ് ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ സിമ്പിൾ പാസ്റ്റ്, അതല്ലെങ്കിൽ പാസ്റ്റ് സിമ്പിൾ എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണ്? ഫോർമുല എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V2, അതായത് പാസ്റ്റ് വേർബ്. നമ്മൾക്ക് V1, V2, V3, V4, V5 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ V2 ആണ് സിമ്പിൾ പാസ്റ്റിൽ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ നമ്മൾ ചെയ്ത് തീർത്ത ഒരു കാര്യം, കംപ്ലീറ്റഡ് ആക്ഷൻ ആണ്. പാസ്റ്റിലെ കംപ്ലീറ്റഡ് ആക്ഷനെയാണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയാം. ഇനി ഇതിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കീവേഡ്സ് ഒക്കെ യെസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്. യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെ ചെയ്ത കാര്യമായിരിക്കും അല്ലേ? ഇന്നലെ ചെയ്ത് തീർന്ന കാര്യം പറയാനായിട്ട് യെസ്റ്റർഡേ ഇന്നലെ ഞാൻ സിനിമയ്ക്ക് പോയി, കണ്ടോ, അവിടെ ഇന്നലെ ചെയ്ത് തീർന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഇന്നലെ ഞാൻ പിസ്സ കഴിച്ചു, അവിടെ നോക്കിയേ, ഇന്നലെ ഞാൻ ചെയ്തൊരു കാര്യമാണ്, ചെയ്ത് തീർന്നതാണ് അല്ലേ? അപ്പോൾ യെസ്റ്റർഡേ യൂസ് ചെയ്യാം. ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച പിസ്സ കഴിച്ചു എന്ന് പറയാം. അല്ലെങ്കിൽ 2020 പിസ്സ കഴിച്ചു എന്ന് പറയാം. അങ്ങനെ നമ്മൾക്ക് ചെയ്ത് തീർത്ത ഒരു കാര്യം. ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് ഐ എയ്റ്റ് പിസ്സ യെസ്റ്റർഡേ. ഈറ്റ് എന്നുള്ള വാക്കിൻ്റെ V1 ആണ് ഈറ്റ്, V2 എയ്റ്റ്, V3 ഈറ്റൻ, V4 ഈറ്റിംഗ്, V5 ഈറ്റ്സ്. ഇങ്ങനെയാണ്, കണ്ടോ? അപ്പോൾ ഐ എയ്റ്റ് V2 ആണ് ഉപയോഗിച്ചത്. സബ്ജക്റ്റ് ആണ് ഐ. ആരാ പ്രവൃത്തി ചെയ്തത്? ഞാൻ. അപ്പോൾ ഐ എന്നുള്ളത് സബ്ജക്റ്റ് പ്ലസ് V2, അതായത് നമ്മുടെ പാസ്റ്റ് ടെൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത് V2 ആണ്, എയ്റ്റ്. എന്താ കഴിച്ചത്? പിസ്സ. എന്നായിരുന്നു? യെസ്റ്റർഡേ. കണ്ടോ? ആ ഒരു ഫോമാറ്റിലാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എഴുതാം. അടുത്തത് നോക്കാം, പാസ്റ്റ് കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് ടെൻസിന് ഏത് വേണമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത് ING, വേർബിൻ്റെ കൂടെ ING ഉപയോഗിക്കണം. അതിൻ്റെ ഫോമാറ്റ് നോക്കിയേ, വാസ് ഓർ വെയർ, സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വേർബ് പ്ലസ് ING. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ഒരു കാര്യം, മനസ്സിലായോ? അതായത് നോക്കിയേ, ഞാൻ വന്നപ്പോൾ അവൾ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ഇത് പറയാനായിട്ട് എന്തുപയോഗിക്കണം? പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കണം. അതായത് ആ സമയത്ത് പാസ്റ്റിൽ ഞാൻ ചെന്നപ്പോൾ അവരവിടെ TV കാണുമായിരുന്നു, ഞാൻ ചെന്നപ്പോൾ അവൾ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അങ്ങനെ പറയണ്ടേ? ഓക്കെ, പാസ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന കാര്യം പറയാനായിട്ട് പാസ്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യും. കീവേഡ്സ് അതിൻ്റെ കൂടെ ഇതൊക്കെ യൂസ് ചെയ്യാം. വൈൽ, വെൻ, അറ്റ് ദാറ്റ് മൊമെൻറ്റ്, അങ്ങനത്തെ വാക്കുകളൊക്കെ നമുക്കിതിൽ ഉപയോഗിക്കാം. ഷീ വാസ് വാച്ചിങ് TV വെൻ ഐ അറൈവ്ഡ്. ഞാൻ ചെന്നപ്പോൾ അവൾ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടോ? അവിടെ സബ്ജക്റ്റ് പ്ലസ് ഷീ ആയതുകൊണ്ടാണ് വാസ് വന്നത്. ദേ ആണെങ്കിൽ വെയർ വരും അല്ലേ? അപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ വാസും വെയറും ആണ് വരേണ്ടത്, ഈസും ആമും അല്ല. പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ഈസ്, ആം, ആർ വരും. പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ വാസും വെയറും വരണം. ഷീ വാസ് വാച്ചിങ് TV വെൻ ഐ അറൈവ്ഡ്. ഞാൻ അവിടെ വന്നപ്പോൾ അവൾ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് നോക്കാം. ഹാഡ് പ്ലസ് V3 ആണ് ഉപയോഗിക്കേണ്ടത്. അതായത് ഇവിടെ ഒരു പ്രവൃത്തി ചെയ്യുന്നതിനേക്കാൾ, അതായത് ഒരു പാസ്റ്റ് ആക്ഷന് മുമ്പ് വേറൊരു പാസ്റ്റ് ആക്ഷൻ നടന്നിട്ടുണ്ടാവണം. ഇവിടെ നോക്കിക്കേ, അതിൽ ബിഫോർ, ആഫ്റ്റർ, ബൈ ദ ടൈം ഈ പറയുന്ന വാക്കുകളെല്ലാം ഉപയോഗിച്ച് സെൻറ്റൻസസ് ഉണ്ടാക്കാം. ഇവിടെ നോക്കാം, സബ്ജക്റ്റ് ഇവിടെ ഹീ ആണ് പ്ലസ് ഹാഡ്. കണ്ടോ? പാസ്റ്റ് പെർഫെക്റ്റിൽ ഹാഡാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. പ്രസൻറ്റിലാണ് ഹാസും ഹാവും. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഹാഡ് ഉപയോഗിക്കണം. ഹി ഹാഡ് കഴിഞ്ഞിട്ട് V3 ഏതാണ്? ലെഫ്റ്റ് ബിഫോർ ദ മൂവി സ്റ്റാർട്ടഡ്. മൂവി തുടങ്ങുന്നതിന് മുമ്പ് അവൾ പോയി. അപ്പോൾ മൂവി തുടങ്ങി എന്നുള്ള പാസ്റ്റിലെ കാര്യം സംഭവിച്ചിട്ടുണ്ട്, അവൾ പോയി എന്നുള്ള പാസ്റ്റ് കാര്യം സംഭവിച്ചിട്ടുണ്ട്. സോ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് V3 ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരിക, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. കണ്ടോ? 2 പാസ്റ്റ് ആക്ഷൻസ് സംഭവിച്ചിട്ടുണ്ട്. അതായത് അവൾ പോയി എന്നുള്ളതും സംഭവിച്ചതാണ്. അതിന് സിനിമ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് അവൾ പോയി. അപ്പോൾ സിനിമയും തുടങ്ങിയിട്ടുണ്ട്, അവൾ പോവുകയും ചെയ്തിട്ടുണ്ട്. 2 പാസ്റ്റ് ആക്ഷൻസ് സംഭവിക്കുമ്പോൾ ഹാഡ് പ്ലസ് V3. ഇതിനെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയാം. ഇനി അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അവിടെ ഹാഡ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING, അതായത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ ഉപയോഗിക്കണം.
പ്ലസ് വേർബ് പ്ലസ് ഐ എൻ ജി. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡ്യൂറേഷൻ, ഒരു കാര്യം പാസ്റ്റിൽ നടക്കുന്നതിന് മുമ്പ് സംഭവിച്ച കാര്യം എത്രയായിരുന്നു, എത്ര സമയത്തേക്കുണ്ടായിരുന്നു, ഒരു ഡ്യൂറേഷൻ കാണിക്കാനാണ്. നോക്കിക്കേ, ദേ ഹാഡ് ബീൻ വർക്കിംഗ് ഫോർ അവേഴ്സ് ബിഫോർ ദ ബ്രേക്ക്. അവർ ബ്രേക്കിന് മുമ്പ് കുറേ സമയം, മണിക്കൂറുകളോളം വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ബ്രേക്ക് എന്നുള്ള ഒരു ആക്ഷൻ, അതായത് പാസ്റ്റിലെ ഒരു കാര്യമാണത്, അതിന് മുമ്പ് നടന്നൊരു കാര്യത്തിൻ്റെ ഡ്യൂറേഷൻ. ഓക്കെ, ബ്രേക്കിന് മുമ്പ് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എത്ര സമയം? മണിക്കൂറുകളോളം. അത് കാണിക്കാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചേക്കുന്നത്. അതെന്താണ്? ഷോസ് ഡ്യൂറേഷൻ ബിഫോർ സംതിങ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിലൊരു കാര്യം നടന്നതിൻ്റെ മുമ്പുണ്ടായ സംഭവത്തിൻ്റെ ഡ്യൂറേഷൻ കാണിക്കാൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി ഇത്രയും കാര്യങ്ങളാണ് സിമ്പിൾ പാസ്റ്റ്, അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് അല്ല, പാസ്റ്റ് ടെൻസസിൽ വരുന്നത്. ഏതൊക്കെയാണ്? സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഇനി നമുക്ക് ഫ്യൂച്ചർ ടെൻസസ് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.